കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കോടതി കൂടുവാണ്. കോടതിയില് ഇഷിതയും മഹേഷും രചന ആകാശും എല്ലാരും വന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ കേസ് തന്നെ വിളിക്കുന്ന രചനയുടെയും മഹേഷിന്റെ കേസാണ് വിളിക്കുന്നത്. അങ്ങനെ കോടതി അവരുടെ കേസ് വിളിച്ചു. പിന്നീട് ഫയൽ നോക്കുവാണ്. അതിനുശേഷം വക്കീലുമാരെ വിളിക്കുകയാണ്. അഡ്വക്കേറ്റ് രാമമൂർത്തി, അത് രചനയുടെ വക്കീലാണ്. അഡ്വക്കേറ്റ് ഭദ്രന് മഹേഷിന്റെ വക്കീലാണ്. രണ്ടുപേരെ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഇത് 2021 മുതൽ തുടങ്ങിയ കേസാണല്ലോ, ഇതുവരായിട്ടും അതിനെ തീർപ്പാക്കാറായില്ലെന്ന് ചോദിക്കാം. പെട്ടെന്ന് അഡ്വക്കേറ്റ് രാമമൂർത്തി പറഞ്ഞു, അതെ സാർ, അത് ഇന്നത്തോടു കൂടി തീരുമാനമാവും. കാരണം രണ്ടുപേരും പരസ്പരം എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെന്ന് പറയാണ്, ഡിവോഴ്സിന് സമ്മതമാണെന്നുള്ളത്. അന്ന് അത് കാണിക്കാൻ പറയാണ്. അങ്ങനെ അതങ്ങോട്ട് കൊടുത്തു. അതൊക്കെ വായിച്ചു നോക്കിയിട്ട് രചനയും മഹേഷിനെയും വിളിക്കുവാണ്. പിന്നീട് രചനയോട് ചോദിച്ചു, അല്ല ഈ എഗ്രിമെന്റ് നിങ്ങൾ സൈൻ ചെയ്താണെന്ന് ചോദിക്കാം. അതേന്ന് പറയണം. അപ്പൊ നിങ്ങൾക്ക് സമ്മതമാണോ മഹേഷുമായിട്ടുള്ള ഡിവോഴ്സ് എന്ന് ചോദിക്കും. ഇത് കേട്ടതും രചന അതേന്ന് പറയാണ്. പിന്നീട് മഹേഷിനോട് ചോദിച്ചു, സമ്മതമാണെന്ന്. ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിന് മഹേഷ് ആദ്യം ഒന്നും മിണ്ടാതെ കുറച്ച് സമയം നിൽക്കുകയാണ്. എന്താ ഞാൻ ചോദിച്ച ചോദ്യം കേട്ടില്ല എന്നുണ്ടോന്ന് ചോദിക്കാം. സമ്മതമാണെന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരെയും കൂടെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ നിങ്ങളുടെ ഡിവോഴ്സ് അനുവദിച്ചിരിക്കുന്നു പറയാണ്. ഇനിയിപ്പം ഈ പേപ്പറിലൊക്കെ സൈൻ ചെയ്യണം, ഡിവോഴ്സ് കിട്ടിയവർക്ക്. അങ്ങനെ നിയമപരമായി ഡിവോഴ്സ് കിട്ടണം. പേപ്പറിലൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് മഹേഷ് ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് കോടതി ജഡ്ജി ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോന്ന് ചോദിക്കണം. അത് പിന്നെ ഉണ്ട്, എന്റെ മോളുടെ കാര്യത്തില് എനിക്കൊരു തീരുമാനം വേണം. എനിക്ക് എന്റെ മോളെ വിട്ടു തരണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് കോടതി പറഞ്ഞു, അല്ല അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലോ എന്ന് പറയാം. അത് പിന്നെ ഈ ഡിവോഴ്സിന് ഞാൻ സമ്മതമെന്ന് പറയുമായിരുന്നെങ്കിൽ എനിക്ക് എന്റെ മോളെ വിട്ടു തരാനായിരുന്നു ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയെന്ന് പറയാണ്. ഇത് കേട്ടൻ ജഡ്ജി മറ്റേ രാമൂർത്തിയോട് ചോദിച്ചു, സത്യമോടെ പറയണേ, അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നെന്ന് ചോദിക്കണം. കുഞ്ഞിനെ വിട്ടു നൽകാന്നുള്ള പേരിലാണോ ഇയാൾ ഡിവോഴ്സ് ഒപ്പിട്ടെന്ന് ചോദിക്കണം. അത് കേട്ട് രാമൂർത്തി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് പോലും ഇല്ലെന്ന് പറയാം. ചതിക്കുവാണ് അയാള്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ രചന ആകാശിനെ നോക്കുക. ആകാശ് അവിടെ നിന്ന് ചിരിക്കുവാണ്. മഹേഷിനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്ത സങ്കടമായിപ്പോയി. ഇഷിത ഇങ്ങനെ നോക്കുവാണ്. ഇഷിതയ്ക്ക് വല്ലാത്ത വിഷമം. ആ സമയത്ത് ചിപ്പിമോള് പുറത്തിരിക്കുന്നുണ്ട്. ചിപ്പിമോള് ആയമ്മയോട് ചോദിച്ചു, ആയമ്മ എനിക്ക് എന്റെ അച്ഛൻ്റെ കൂടെ പോകാൻ പറ്റുമല്ലോ, എന്റെ ഡാഡിയുടെ കൂടെ പോകാൻ പറ്റുമല്ലോ അല്ലേന്ന് ചോദിക്കാം. മോൾക്കിന്ന് പോകാൻ പറ്റുമെന്ന് പറയാം. അതേ മോള് പോയിട്ടുണ്ടെങ്കിൽ ഈ ആയമ്മനെ പിന്നെ കാണാൻ വരുമോ? ഞാനേ എന്റെ ഡാഡിനെ വിളിച്ചോണ്ട് വരാം. എന്റെ ഡാഡിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാഡി എന്നെ കൊണ്ടുവരുമെന്ന് പറയാം. കുറച്ച് കഴിയുമ്പത്തേനും എനിക്ക് എന്റെ ഡാഡിയോട് പോകാലോ അല്ലേന്ന് ചോദിക്കണം. പോകാന്ന് പറയണം. ചിപ്പിമോള് ഭയങ്കര സന്തോഷത്തിലാണ്. ഇന്ന് തന്റെ ഡാഡിയോടെ പോകാലോ എന്ന് ഓർത്തോണ്ട്. ഈ സമയത്ത് രാമഭദ്രനോട് ചോദിച്ചു, അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കണം. രാമഭദ്രനല്ല, ഭദ്രനോട് ചോദിച്ചു, അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഇത് കേട്ടുകഴിഞ്ഞപ്പം ഭദ്രൻ എഴുന്നേറ്റ് വിട്ടു, ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ എഗ്രിമെന്റിന് രചന തയ്യാറായില്ലെന്ന് പറയാണ്, കുട്ടീനെ വിട്ടുകൊടുക്കാനായിട്ട്. കാരണം കൃത്യസമയത്ത് രചന കാലുവരി. ഇതെല്ലാം കേട്ട് മഹേഷിന് എന്ത് ചെയ്യണം നടത്തില്ല. വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. ഇതെല്ലാം കേട്ടോണ്ട് കോടതിയിൽ ഇരുന്ന ഇഷ്ടതയ്ക്ക് വല്ലാത്ത വിഷമമായിപ്പോയി. മഹേഷിനെ മനഃപൂർവ്വം ചതിക്കുക എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവുകയും ചെയ്തു. പിന്നീട് കോടതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. ആ സമയം ഭദ്രൻ പറഞ്ഞു, അതെ എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഈ രചന എന്ന് പറയുന്ന ആ സ്ത്രീ അവർ 6 മാസമായപ്പോ സ്വന്തം മോളെ ഇട്ടിട്ട് പോയതാണ്. പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോഴും അവർ ലിവിങ് ടൂതർ ആണ് ജീവിച്ചുകൊണ്ടിരിക്കണേ. അവരുടെ കയ്യിൽ കുഞ്ഞൊരിക്കലും സേഫ് അല്ല. അതുകൊണ്ട് കുഞ്ഞിനെ അതിന്റെ അച്ഛന് വിട്ടുകൊടുക്കണം എന്നാണ് എന്റെ അവകാശം. കാരണം കുഞ്ഞ് അവിടെ ഒരിക്കലും സേഫ് അല്ല. ഒന്നാമത്തെ കാര്യം രണ്ടാനച്ഛനാണ്. സ്വന്തം അച്ഛനുള്ള സമയത്ത് സ്വന്തം അച്ഛൻ ആവശ്യപ്പെടുന്ന പോലെ തന്നെ കുട്ടിയെ അവർക്ക് വിട്ടുകൊടുക്കണം എന്നാണ് ഞാൻ പറയണെന്ന് പറയാം. ഇങ്ങനെ അയാളുടെ ഭാഗങ്ങളെല്ലാം അയാൾ പറഞ്ഞു. ഭദ്രന്റെ ഭാഗങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം കോടതി കേട്ട് എല്ലാം എഴുതി വെക്കുവാണ്. പിന്നീട് രാമൂർത്തിയോട് ചോദിച്ചു, രാമൂർത്തിക്ക് എന്താ പറയാനുള്ളതെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാമൂർത്തി എഴുന്നേറ്റ് പറഞ്ഞു, അതെ 10 മാസം വയറ്റിൽ ചെന്ന് പ്രസവിച്ചതാണ് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അതിന്റെ അമ്മ പോണെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം കാണും. മഹേഷ് നന്നായിട്ട് മദ്യപിച്ചിട്ട് വന്നിട്ട് രചനയെ ഉപദ്രവിക്കായിരുന്നു. ഉപദ്രവം സഹിക്കാതെ വയ്യാതെ അവൾ ഇറങ്ങിപ്പോയത്. ഇപ്പോഴും അവളുടെ ശരീരത്തിൽ അതിന്റെ പാടൊക്കെ ഉണ്ടെന്ന് പറയണം. മഹേഷ് ഒരു അമ്പരപ്പോട് കൂടി നോക്കുകയാണ്. രചനയാണ് ഒരു കൂസലും ഇല്ലാതിരിക്കുകയാണ്. ആകാശിന്റെ തന്ത്രങ്ങളായിരുന്നു ഇതെല്ലാം. പിന്നീട് വക്കീല് പറഞ്ഞു, അതിനുശേഷം കുഞ്ഞിനെ ഉപേക്ഷിച്ച് അവിടുന്ന് പോയെങ്കിലും പിന്നെ കുഞ്ഞിനെ കാണാൻ ചെന്നതാ. പക്ഷെങ്കിൽ മഹേഷ് ആട്ടി ഓടിക്കുക ചെയ്തേ, അവള് ഉപദ്രവിച്ചു വിടുക ചെയ്തേ. അങ്ങനെയൊക്കെയാ ബഹുമാനപ്പെട്ട കോടതി സംഭവിച്ചത്. പക്ഷെ അതിന്റെ കുഞ്ഞിന്റെ അമ്മയ്ക്ക് കുഞ്ഞിനെ കാണാനുള്ള അവകാശമില്ലേ, അതിനെ സംരക്ഷിക്കാനുള്ള അവകാശമില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് അയാളും വാദിക്കുകയാണ്. 2 വാദങ്ങളും കേട്ടു. പിന്നീട് കൗണ്ടർ പോയിന്റ് എന്തെങ്കിലും ഉണ്ടോന്ന് ഭദ്രനോട് ചോദിക്കണം. ഭദ്രനൊന്നും ഇല്ലാന്ന് പറയണം.
പിന്നീട് കോടതി പറഞ്ഞു രണ്ട് ഭാഗത്തെ വാദം കേട്ടു, ആർഗ്യുമെന്റ്സ് ഇവിടത്തോടുകൂടി അവസാനിപ്പിച്ചിരിക്കുവാന്ന് പറയാണ്. ഇനി വിധിയാന്ന് പറയാണ്. ഇത് കേട്ട് എല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. എന്താ എങ്ങനെയാ പറയണമെന്ന് അറിയത്തില്ല. കോടതിയിലെ വക്കീലുമാര് വാദിച്ചു. പിന്നെ അച്ഛന്റെ അമ്മയുടെ ഇടയിൽപ്പെട്ട ഒരു കുഞ്ഞിന്റെ ജീവിതം അത് തകരാനുള്ളതല്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും കുഞ്ഞിന് അവകാശമാണെന്നറിയാം. പക്ഷേങ്കിൽ ആ കുഞ്ഞിന്റെ ആഗ്രഹം എന്താണെന്നും കൂടെ അറിഞ്ഞിരിക്കണം. ചിപ്പിമോള് വന്നിട്ടുണ്ടോ, രചനയുടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയാം. എന്നാ വിളിക്കാൻ പറയാണ്. അങ്ങനെ രചന പോയി ചിപ്പിമോളെ വിളിച്ചോണ്ട് വന്നു. ചിപ്പിമോളോട് കോടതി ജഡ്ജി ചോദിച്ചു, എന്തിനാ ഇങ്ങോട്ട് മോള് വന്നേന്ന് അറിയാമെന്ന് ചോദിക്കുക. ഇല്ല അറിയില്ല എന്ന് പറയാണ്. മോൾക്ക് അച്ഛന്റെ കൂടെ പോകാനാണോ അമ്മയുടെ കൂടെ പോകാനാണോ താല്പര്യം എന്ന് ചോദിക്കുക. ഇത് കേട്ടൻ ചിപ്പിമോൾ ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും രണ്ടുപേരും പരസ്പരം മാറി നോക്കി. ചിപ്പിമോൾ ഇങ്ങനെ ആലോചിക്കുക. ആരും വഴക്കൊന്നും പറയില്ല. മോള് ധൈര്യമായിട്ട് പറഞ്ഞു മോളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താന്ന് വെച്ചാൽ പറയാണ്. ഇത് കേട്ടതും ചിപ്പിമോൾ ഇങ്ങനെ മൊത്തത്തോടെ നോക്കിയിട്ട് എനിക്ക് ഷിയാമ്മയുടെ കൂടെ പോയാൽ മതി എന്ന് പറയാണ്. ഒരു നിമിഷം എല്ലാവരും ഒന്ന് ഞെട്ടി. രചനയൊക്കെ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല. ഇഷിത വരെ ഞെട്ടിപ്പോയി. പെട്ടെന്ന് കോടതി ചോദിച്ചു, ഷിയാമയോ അതാരാന്ന് ചോദിക്കണം. രചന ചിപ്പിമോള് കൈ ചൂണ്ടുവാണ് ഇഷിതയുടെ നേരെ. ഇഷിത പെട്ടെന്ന് എഴുന്നേറ്റു. ഞാന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജഡ്ജി ചോദിച്ചു, നിങ്ങളാണെന്ന് ചോദിക്കുക. അതെ ഞാൻ ഡോക്ടർ ഇഷിത, പീഡിയാട്രീഷ്യനാന്ന് പറയണം. പിന്നീട് അവൾ അങ്ങോട്ട് എഴുന്നേറ്റ് വരുവാണ്. വന്നിട്ട് ചിപ്പിമോളുടെ അടുത്തേക്ക് നിന്നു. അല്ല, കുട്ടി നിങ്ങളുടെ കൂടെ പോരണമെന്ന് എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷിത പറഞ്ഞു, എനിക്ക് കുട്ടിയായിട്ട് രക്തബന്ധമില്ല. ഞാൻ കുട്ടിയുടെ അമ്മയല്ല, കുട്ടിയുടെ ബന്ധുക്കാരിയല്ല. പക്ഷേങ്കിൽ എന്തോ ഒന്ന് ഞങ്ങൾ തമ്മിലുണ്ട്. എനിക്ക് അവളെന്ന് വെച്ച ജീവനാണ്. എൻ്റെ നൈബർ മാത്രമാണ് അവള്. ഒരു പക്ഷേങ്കിൽ ആർക്കും ഞാനും ചിപ്പിമോളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരിക്കും. പിന്നീട് പറയാ ആദ്യം തൊട്ട് ഉള്ള കാര്യങ്ങൾ പറയണം. എൻ്റെ മനസ്സിലേക്ക് അവൾ സ്വപ്നം പോലെ കടന്നു വന്നതാ. പിന്നീട് അവൾ ആദ്യമായിട്ട് കണ്ടതും അവളുടെ പെയിന്റിങ്ങും വരച്ചു വെച്ചതും അവള് ഇഷ്ടത വരച്ചു വെച്ചും അങ്ങനെ എല്ലാ കാര്യങ്ങളും പിന്നീട് തമ്മിലടുത്തും എല്ലാ കാര്യങ്ങളും പറയുവാണ്. എല്ലാം കേട്ടത് കോടതി ഒരു നിമിഷം ഇങ്ങനെ സ്തംഭിച്ചെന്ന പോലെ നിൽക്കുവാണ്. ആ കഥകളൊക്കെ കേട്ടിട്ട് മഹേഷിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അതുപോലെ തന്നെ മാഷോടെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മാഷിനും എന്ത് ചെയ്യണം നടത്തില്ല. വല്ലാത്തൊരു ഫീലിങ്സ് ആയിപ്പോയി. കാരണം അങ്ങനെയാണ് ഇഷിത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇഷിത പറഞ്ഞു, ജന്മം കൊടുത്തില്ലെങ്കിലും ഒരു കുഞ്ഞിന്റെ അമ്മയാ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ചിപ്പിമോൾ എന്നെ അതുപോലെയാണ് സ്നേഹിക്കുന്നത്. ഇവിടെ ആരുടെ കൂടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കൂടെ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം രചനയുടെ കൂടെയോ മഹേഷിന്റെ കൂടെ പോകാൻ കുട്ടി ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതിലല്ല കാര്യം. ആരുടെ കൂടെ പോകുന്നു എന്നതിലല്ല കാര്യം. കുട്ടി എവിടെയാണെങ്കിലും സന്തോഷത്തോടെ ഇരിക്കണം, അതിലാണ് കാര്യം. എനിക്ക് കുഞ്ഞ് ആരുടെ കൂടെ പോയാലും കുഴപ്പമില്ല. കുഞ്ഞ് എപ്പോഴും പക്ഷെ സന്തോഷത്തോടെ ഇരിക്കണം. എനിക്ക് ഉറക്കത്തിലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ചിപ്പിമോളെ കുറിച്ചൊരു ചിന്തകളാ. അവള് ഉറങ്ങിയോ, ഫുഡ് കഴിച്ചോ, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഒരു പക്ഷെ ഒരമ്മ ഒരു മകളെ കുറിച്ച് എത്രമാത്രം വേവലാതിപ്പെടുവോ അങ്ങനെയാണ് ഞാൻ വേവലാതിപ്പെടുന്നത്. എനിക്കറിയില്ല അതെന്തുകൊണ്ടാണ്. പക്ഷെ ഈ പറയുന്ന ചിപ്പി ഞാനുമായിട്ട് യാതൊരു റിലേഷനും ഇല്ലതാനും. ഇതെല്ലാം കോടതി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. ചിപ്പിമോളും അതെ. രചനയ്ക്ക് ഇത് കേട്ടിട്ട് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് പറഞ്ഞു, അച്ഛന്റെ അമ്മയുടെയും ആ ഒരു ഇതിന്റെ ഇടയിൽ, ആ വഴക്കിനിടയിൽ നശിച്ചു പോകാനുള്ളതല്ല ചിപ്പിമോളുടെ ജീവിതം. അവൾക്ക് നല്ലൊരു ജീവിതമുണ്ട്, നല്ലൊരു ഭാവിയുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി അർഹമായ കൈകളിലേക്ക് അവളെ ഏൽപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാണ്. രചനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും കോടതി ജഡ്ജി ഇങ്ങനെ നോക്കുവാണ് രചനയെ. പിന്നീട് രചനയല്ല, ഇടയ്ക്കിടയ്ക്ക് പേര് മാറിപ്പോന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സോറി കേട്ടോ അങ്ങനെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ. പിന്നീട് ഇഷിതേനെ ഇങ്ങനെ നോക്കുവാണ്. ഇഷിതയപ്പത്തേനും ചിപ്പിമോളെ ചേർത്ത് പിടിക്കുകയാണ്. പിന്നീട് പറഞ്ഞു, ചിപ്പിമോൾ എന്നെ ഇതുപോലെ സ്നേഹിക്കുന്നുണ്ട് നന്നായിട്ട്. എൻ്റെ ഒരു അമ്മയുടെ സ്ഥാനത്ത് ചിപ്പിമോൾ കാണുന്നേ. ആ സ്നേഹം ഞാൻ അവൾക്ക് തിരിച്ചും കൊടുക്കുന്നുണ്ടെന്ന് പറയാണ്. അവളുടെ കണ്ണൊന്നും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കോടതി പറഞ്ഞു, ഇഷിതയുടെ വാദം കേട്ടു. ഇഷിത പറഞ്ഞു, ഇത്രയും എനിക്ക് പറയാനുള്ളൂ ബഹുമാനപ്പെട്ട കോടതി എന്ന് പറയാണ്. പിന്നീട് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ടു. എന്താണെങ്കിലും ഇത് ഇന്നത്തെ കൊണ്ട് വിധി പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അടുത്ത മാസം 10-ാം തീയതിക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഇതിന്റെ വിധി പറയാനായിട്ട്. അന്നത്തെ ദിവസം വിധി പറയാം. അന്നത്തെ ദിവസം ഡോക്ടർ ഇഷിതയും കോടതിയിൽ ഹാജരാവണമെന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് ഇഷിത അങ്ങോട്ട് പോവാണ്. അങ്ങനെ കോടതി കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുവാണ്. ചിപ്പി എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കുക. ചിപ്പിയുടെ അടുത്തേക്ക് വന്നിട്ട് രചന കയ്യിലും കൂടി പിടിക്കുകയാണ്. അപ്പൊ അത്രയും ദിവസം ചിപ്പിയുടെ അടുത്ത് ചിപ്പിമോളെ രചനയ്ക്ക് കൊണ്ടുപോകാനായിട്ടായിരുന്നു കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അങ്ങനെ രചന വന്ന് ചിപ്പിമോളുടെ കയ്യിലേക്ക് അങ്ങ് പിടിച്ചു. വരാൻ പറഞ്ഞ് വിളിച്ചപ്പോൾ ചിപ്പി പറഞ്ഞില്ല ഞാൻ വരില്ല എന്ന് പറയണം. അങ്ങനെ ബലമായിട്ട് താഴേക്ക് പിടിച്ചോണ്ട് പോകണം. എനിക്ക് എൻ്റെ ഡാഡിയുടെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പി നിൽക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇഷിത വന്നു. ഇഷിത കണ്ടു ഇങ്ങനെ വലിച്ചു പിടിച്ചോണ്ട് പോകുന്ന കുഞ്ഞിനെ. അവൾ പറഞ്ഞു കേട്ടില്ല കോടതിയില് അവൾക്ക് അവളുടെ ഷിയാമ്മയുടെ കൂടെ പോകണമെന്ന്, അച്ഛനും അമ്മയുടെ കൂടെ പോകണമെന്ന് വെച്ചാൽ മര്യാദയ്ക്കും കൂടെ വന്നു. പെട്ടെന്ന് ഇഷിത അവിടെ രചന എന്ന് വിളിച്ചു. പക്ഷെ രചന നിന്നില്ല. രചന ചിപ്പിമോളുടെ കയ്യെ പിടിച്ച് വലിച്ച് താഴേക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം. പെട്ടെന്ന് കാറിനകത്തേക്ക് കുഞ്ഞിനെ അങ്ങോട്ട് വലിച്ചു കയറ്റി.
ഇഷിത ഓടി വന്നപ്പോഴത്തേനും കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് പോവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഇഷിത ഒരു നിമിഷം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇഷിത രണ്ട് കണ്ണും നിറഞ്ഞു വന്നു. കാരണം ചിപ്പിമോളുടെ കരച്ചില് ഇഷിതയുടെ ചെവിയിൽ നിങ്ങൾ കേട്ടോണ്ടിരിക്കുക. വല്ലാത്തൊരവസ്ഥയാ ഇഷിതയ്ക്ക് തോന്നിയത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.